എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന കീം 2023 എക്സാമിനേഷൻ മെയ് 17-ാം തീയതി നടക്കുന്നതാണ്. അപ്പോൾ രാവിലെ പേപ്പർ 1-ഉം ഉച്ചയ്ക്ക് ശേഷം പേപ്പർ 2-ഉമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതായത് കീം എക്സാമിനേഷൻ്റെ രജിസ്ട്രേഷൻ, അതായത് അപേക്ഷ ഫെബ്രുവരി അവസാനത്തോടെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ മെയ് 17-ന് രാവിലെ ആയിരിക്കും പേപ്പർ 1 ആയിട്ടുള്ള ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി എക്സാമിനേഷൻ. അതായത് പേപ്പർ 1-ൽ ഫിസിക്സ്, കെമിസ്ട്രി എന്നീ പാഠഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അതായത് ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയാണ് ഉണ്ടാവുക. അതുപോലെ ഉച്ചയ്ക്ക് ശേഷം മാത്തമാറ്റിക്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ കേരള പ്രവേശന പരീക്ഷാ കമ്മീഷൻ നടത്തുന്ന എക്സാമിനേഷനാണ് കീം 2023 എക്സാമിനേഷൻ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഫെബ്രുവരി അവസാനത്തോടെ എക്സാമിനേഷനുള്ള നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് അപേക്ഷ നൽകുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ കീം എക്സാമിനേഷൻ, അതായത് എഞ്ചിനീയറിംഗ്, അതുപോലെ ആർക്കിടെക്ചർ, മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ, അതായത് MBBS, BDS പോലുള്ള കോഴ്സുകൾ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ കീം എക്സാമിനേഷന് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. അതുപോലെ എഞ്ചിനീയറിംഗ് കോഴ്സും അതുപോലെ ഫാർമസി കോഴ്സും ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ കീം എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യേണ്ടതാണ്. അതുപോലെ ആർക്കിടെക്ചർ, മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ കീം എക്സാമിനേഷന് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. അതായത് കേരളത്തിലുള്ള കോളേജുകളിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ കീം എക്സാമിനേഷന് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ കീം എക്സാമിനേഷന് വിദ്യാർത്ഥികളുടെ +2 സെക്കൻഡ് ഇയറിൻ്റെ മാർക്കാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിനായിട്ട് പരിഗണിക്കുന്നത്. അപ്പോൾ അതുപോലെ എഞ്ചിനീയറിംഗ്, അതുപോലെ ഫാർമസി കോഴ്സ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ കീം എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യണം. ഫാർമസി കോഴ്സ് മാത്രമാണ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെങ്കിൽ പേപ്പർ 1 മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. പേപ്പർ 1 എന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയാണ്. അതുപോലെ എഞ്ചിനീയറിംഗ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ പേപ്പർ 2 ആയിട്ടുള്ള മാത്തമാറ്റിക്സ് കൂടി അറ്റൻഡ് ചെയ്യണം. അതായത് പേപ്പർ 1-ഉം പേപ്പർ 2-ഉം അറ്റൻഡ് ചെയ്യണം. ഫിസിക്സ്, കെമിസ്ട്രി ആണ് പേപ്പർ 1. പേപ്പർ 2 എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് ആണ്. ആർക്കിടെക്ചർ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നാറ്റ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യേണ്ടതാണ്. അതായത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന നാറ്റ എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ആ ഒരു സമയത്ത് വിദ്യാർത്ഥികൾ നാറ്റ എക്സാമിനേഷന് അപ്ലൈ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾ അതിൽ എത്രയാണ് നിങ്ങൾക്ക് സ്കോർ ലഭിക്കുന്നത്, ആ ഒരു സ്കോർ കീം, അതായത് പ്രവേശന പരീക്ഷാ കമ്മീഷനുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ആ ഒരു സമയത്ത് വിദ്യാർത്ഥികൾ അപ്ലോഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതായത് ആർക്കിടെക്ചർ കോഴ്സിലേക്കുള്ള അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ ആഗ്രഹിക്കുന്നത്, അതായത് MBBS, BDS, അതുപോലെ ഹോമിയോ ഇതുപോലുള്ള മറ്റ് അനുബന്ധ കോഴ്സുകളുണ്ട്. അപ്പോൾ ആ ഒരു കോഴ്സുകൾ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നീറ്റ് എക്സാമിനേഷൻ എഴുതേണ്ടതാണ്. അപ്പോൾ NTA, അതായത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന നീറ്റ് UG എക്സാമിനേഷൻ വിദ്യാർത്ഥികൾ അറ്റൻഡ് ചെയ്യണം. അതിൽ നിങ്ങൾക്ക് എത്ര റാങ്കാണ് ലഭിക്കുന്നത്, അത് ആ ഒരു നീറ്റിൽ ലഭിക്കുന്ന സ്കോർ എത്രയാണ്, ആ ഒരു സ്കോർ പ്രവേശന പരീക്ഷാ കമ്മീഷനുടെ വെബ്സൈറ്റിൽ ആ ഒരു സമയത്ത് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അതനുസരിച്ചുകൊണ്ടാണ് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലേക്ക് അലോട്ട്മെൻറ്റ്, അതായത് MBBS, BDS, അതുപോലെ മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ കീം എക്സാമിനേഷൻ എല്ലാ വിദ്യാർത്ഥികളും രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. അതായത് എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, മെഡിക്കൽ കോഴ്സുകൾ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ കീം എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. ആർക്കിടെക്ചർ കോഴ്സ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നാറ്റ എക്സാമിനേഷൻ കൂടി അറ്റൻഡ് ചെയ്യണം. അതുപോലെ തന്നെ മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നീറ്റ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ കേരളത്തിലുള്ള അലോട്ട്മെൻറ്റ്, അതായത് മെഡിക്കൽ കോഴ്സിലേക്കുള്ള അലോട്ട്മെൻറ്റ് നടത്തുന്നത് നീറ്റ് എക്സാമിനേഷൻ്റെ സ്കോർ പരിഗണിച്ചുകൊണ്ടാണ്. ആർക്കിടെക്ചർ കോഴ്സിലേക്കുള്ള അലോട്ട്മെൻറ്റ് നടത്തുന്നത് നാറ്റ എക്സാമിനേഷൻ്റെ സ്കോർ പരിഗണിച്ചുകൊണ്ടാണ്. അപ്പോൾ കീം എക്സാമിനേഷൻ എഴുതേണ്ട വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ്, അതുപോലെ ഫാർമസി കോഴ്സ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ആണ്. അപ്പോൾ എല്ലാ കോഴ്സും ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ കീം എക്സാമിനേഷന് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യുന്ന ടൈമിൽ വിദ്യാർത്ഥികൾ എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, അതുപോലെ മെഡിക്കൽ ഫീൽഡിലേക്കുള്ള, അതായത് 3 ഓപ്ഷനുകളുണ്ടാവും. അപ്പോൾ വിദ്യാർത്ഥികൾ 3 കോഴ്സും ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ 3 കോഴ്സിനുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതായത് ആ ഒരു ഓപ്ഷൻ നൽകേണ്ടതാണ്. പിന്നീട് മറന്നു പോകരുത്. കാരണം എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ടൈമിൽ മാത്രമേ എക്സാമിനേഷൻ്റെ ഓപ്ഷൻ നൽകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ്, ഫാർമസി കോഴ്സ് ആഗ്രഹിക്കുന്ന ജനറൽ വിഭാഗം വിദ്യാർത്ഥികൾക്ക് 700 രൂപയാണ് ഫീസ് വരിക. SSC വിദ്യാർത്ഥികൾക്ക് 300 രൂപയാണ് ഫീസ് വരുന്നത്. അതുപോലെ മെഡിക്കൽ ആൻഡ് ആർക്കിടെക്ചർ കോഴ്സ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിൽ 500 രൂപയാണ് ഫീസ് വരുന്നത്. അതുപോലെ SSC വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്കാണെങ്കിൽ 200 രൂപയാണ് ഫീസ് വരിക. എഞ്ചിനീയറിംഗ്, അതുപോലെ മെഡിക്കൽ ആൻഡ് ആർക്കിടെക്ചർ ആൻഡ് ഫാർമസി, അതായത് 4 കോഴ്സുകളുമാണ്, 4 വിഭാഗത്തിലുള്ള കോഴ്സുകളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ
ആ ഒരു വിദ്യാർത്ഥികൾ 4 ഓപ്ഷനുകൾ നൽകിയതിന് ശേഷം ആ ഒരു 900 രൂപയാണ് ഫീസ് വരിക. SSC വിദ്യാർത്ഥികൾക്ക് 400 രൂപയാണ് ഫീസ് വരുന്നത്. ST വിദ്യാർത്ഥികൾക്ക് ഫീസ് വരുന്നില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക്, അതായത് OBC കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്കാണെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആ ഒരു സമയത്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ്. അതായത് സംവരണം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ആ ഒരു നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ SC ST വിദ്യാർത്ഥികളാണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ ഇൻകം സർട്ടിഫിക്കറ്റ്, അതായത് നിങ്ങൾക്ക് ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് കൂടി വിദ്യാർത്ഥികൾ ആപ്ലിക്കേഷൻ ടൈമിൽ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് വിദ്യാർത്ഥികൾ ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അക്ഷയ വഴി ആ ഒരു 2-3 സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് ആക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു KEAM 2023 എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് വിദ്യാർത്ഥികളെ ആ ഒരു വിവരം അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ KEAM എക്സാമിനേഷൻ മെയ് 17-നാണ് ആരംഭിക്കുന്നത്. മെഡിക്കൽ കോഴ്സ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നീറ്റ് എക്സാമിനേഷന് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. അതുപോലെ KEAM എക്സാമിനേഷന് കോമൺ ആയിട്ട് എല്ലാ വിദ്യാർത്ഥികളും രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. അതുപോലെ ആർക്കിടെക്ചർ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നാറ്റ എക്സാമിനേഷൻ, അതായത് NTA നടത്തുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന ആ ഒരു നാറ്റ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യേണ്ടതാണ്. അതിന് രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾ ആ ഒരു എക്സാമിനേഷൻ എഴുതേണ്ടതാണ്. അതിൻ്റെ റാങ്ക് പരിഗണിച്ചുകൊണ്ടാണ് ആർക്കിടെക്ചർ കോഴ്സിലേക്കുള്ള റാങ്ക് പട്ടിക തയ്യാറാക്കുന്നത്. എഞ്ചിനീയറിംഗ് അതുപോലെ ഫാർമസി കോഴ്സ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ KEAM എക്സാമിനേഷൻ എഴുതേണ്ടതാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു ഫീസ്. അപ്പോൾ ഇതിനുള്ള യോഗ്യത എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു എക്സാമിനേഷന് അതായത് ഈ ഒരു എക്സാമിനേഷൻ അപേക്ഷ നൽകാവുന്നതാണ്. അപ്പോൾ എഞ്ചിനീയറിംഗിൻ്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് വിദ്യാർത്ഥികളുടെ +2 മാർക്കും അതുപോലെ ഈ ഒരു KEAM എക്സാമിനേഷൻ ലഭിച്ചിട്ടുള്ള മാർക്കും പരിഗണിച്ചുകൊണ്ടാണ്. അപ്പോൾ ഫാർമസിയുടെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് KEAM എക്സാമിനേഷൻ്റെ പേപ്പർ 1-ൻ്റെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ആ ഒരു മാർക്ക് പരിഗണിച്ചുകൊണ്ടാണ്. അതായത് ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയ്ക്ക് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ആ ഒരു മാർക്ക് അനുസരിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.